സന്തോഷം നിറഞ്ഞ ജീവിതത്തിനകത്ത് മരണത്തിൻ്റെ അല്ല ഒരു സാധ്യതയില്ല, എല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന നയിൻ പോലെയുള്ള നിന്റെ വിഷയത്തിനകത്ത് ഹല്ലേലൂയ പുറമേ നോക്കിയ ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നയിന്റെ മനോഹരിത നഷ്ടപ്പെടുന്ന ഒരു നിലവിളി അതിനകത്ത് ഉയർന്നു. ഒരു വിധവയായ സ്ത്രീ, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് വിധവ എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു പാപം ചെയ്തിട്ടാണ് അവൾ വിധവയായെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ആ ഒരു നിന്ന ഏറ്റ് വിധവകളാകുന്ന സ്ത്രീകളെ ഇന്നും നമ്മുടെ സമൂഹത്ത് ഒത്തിരിയും പേര് അവഗണിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു വിരുന്നിനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ചുറ്റും പലപ്പോഴും അവരെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിലും ഒരു പ്രമാണമുണ്ട്. വിധവയായ സ്ത്രീ, അവൾ ഈ നല്ല പ്രായത്തിൽ വിധവയായെങ്കിൽ അവൾ അത്രയേറെ കഠിനമേറിയ ഒരു പാപം ചെയ്തിട്ടാണ് വിധവ. അപ്പോൾ അവിടെ അവസ്ഥയെന്ന് പറഞ്ഞ വിധവ. പിന്നെ അവൾക്ക് ആകെയുള്ള ആശ്രയമായിരിക്കുന്ന ഒരു മകൻ, അവനും ഇപ്പം മരിച്ചു. അപ്പോൾ ഇന്ന് ഓർത്ത് നോക്കിയ മനുഷ്യരുടെ ഇടയിൽ അവൾക്കുള്ള വില. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതേ അവസ്ഥകളിലൂടെ പോകുന്ന ജീവിതത്തോട് പറയുകയാണ്, നിന്റെ അവസ്ഥയും പേര് നീ പട്ടണത്തിന് പുറത്ത് അതിൻ്റെ മനോഹരിത നഷ്ടപ്പെട്ട നിന്റെ ഭാരത്തെ ചുമന്നുകൊണ്ട് നീ പുറത്ത് വരുമ്പോൾ നിന്നെ എതിരേൽക്കുന്ന ഒരു ജീവന്റെ നായകൻ ഹല്ലേലൂയ തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട തൻ്റെ നിരാശകളെ ചുമന്ന് ഹല്ലേലൂയ അവൾ നിലവിളിയോടെ പട്ടണത്തിന് പുറത്തേക്ക് പോകുകയാണ്. ഇനി അവിടെ മുമ്പിൽ സാധ്യതയില്ല. ഇനി അവൾക്ക് ആകെ ഉള്ളത് എന്താണ്? അവിടെ സമ്പാദ്യം. അവളെ പാസ്റ്റ് നോക്കിയ വിധവ എന്നുള്ളൊരു ലേബല. പ്രസന്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏക ജാതൻ, ഏക ആശ്രയം. നാളെ നോക്കിയാൽ അവിടെ ഫ്യൂച്ചർ നോക്കിയാൽ പറയാം ഇനി അവൾക്കൊരു സാധ്യതയില്ല. ഒരു പക്ഷേ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ കരുതി കാണാം, കർത്താവേ ഹല്ലേലൂയ എനിക്ക് വിധവ എന്നൊരു ലേബലും ഇപ്പം എൻ്റെ പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് എൻ്റെ മകനും നഷ്ടപ്പെട്ടു, ഇവനോടൊപ്പം എനിക്ക് തീർന്നാൽ മതി. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഇതുപോലെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളിലായി വന്നിട്ടുള്ള ജീവിതമേ, ഇന്ന് പകൽക്കാലം നിന്നെ എതിരേൽക്കുവാൻ നിന്റെ വിഷയത്തിന് മുമ്പിലായി ഇതാ ജീവന്റെ നായകൻ ഹല്ലേലൂയ